അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു കാലത്തോളമായി നമ്മുടെ കേരളത്തിലും മലയാളി സമൂഹത്തിലും ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വ്യാജമുടി. സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന വ്യാജേന നാടാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയതയെ കമ്പോളവൽക്കരിച്ച കാന്തപുരം വിഭാഗം അവർ എല്ലാ അടവും പയറ്റി പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സംഘടനയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെടുമെന്ന് കണ്ട സമയത്ത് പുതിയ ചില രീതികളിൽ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കാന്തപുരം നടത്താൻ പോകുന്ന കേരള യാത്ര എന്ന് പോലും തോന്നിക്കത്തക്ക രൂപത്തിലാണ് ആ വിഭാഗത്തിന്റെ പ്രചരണം നടക്കുന്നത്. പള്ളി നിർമ്മിക്കുമെന്നവർ പറഞ്ഞത് എവിടെയാണ് എന്ന് പോലും അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യത്തിൽ പള്ളി നിർമ്മാണം തുടക്കം കുറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തറക്കല്ലിടൽ കർമ്മം അടുത്ത ദിവസം നടക്കുന്നത്രേ. മുടിയിട്ട വെള്ളം, മുടി പ്രദർശനവും മുടിയിട്ട വെള്ളം കുടിപ്പിക്കലും ഒക്കെ ഇനിയും നടത്തുമെന്ന അഹങ്കാരത്തിന്റെ ശബ്ദമാണ് ഇപ്പോഴും അവർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു നിലക്കും SKSSFനോടോ സമസ്തയോടോ സമസ്തയുടെ ഉലമാക്കളോടോ ഏറ്റുമുട്ടാൻ കരുത്തില്ലാത്ത കാന്തപുരം വിഭാഗം മുടി വിവാദത്തിൽ പാതാളത്തിൽ ഒളിച്ച ഈ സാഹചര്യത്തിൽ ഒടുക്കം രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി, സംവാദങ്ങൾ ഒഴിവാക്കി, പരസ്യമായ പ്രചരണങ്ങളിൽ SKSSFന്റെ വാദഗതികൾക്കും പ്രഭാഷണങ്ങൾക്കും മറുപടി പറയാതെ അവർ പിൻവലിയുകയും ഒടുക്കം മുടി ഇട്ട വെള്ളം കൊടുക്കാനും മുടി പ്രദർശിപ്പിക്കാനും റബീഉൽ അവ്വലിൽ നിശ്ചയിച്ചിരിക്കുകയാണത്രേ. അതോടൊപ്പം തന്നെ പള്ളി നിർമ്മിക്കാനുള്ള തറക്കല്ലിടാനും പോവുകയാണത്രേ. ഇത്തരം സാഹചര്യം മുന്നോട്ട് വരുമ്പോൾ അതിശക്തമായ രൂപത്തിൽ അതിനെ തിരിച്ചടിക്കാൻ തന്നെയാണ് SKSSFന്റെ തീരുമാനം. ആ അടിസ്ഥാനത്തിൽ അതിന്റെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വിനീതൻ UAEയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അബുദാബിയിലാണ്. നമ്മുടെ SKSSFന്റെ പ്രവർത്തകന്മാരുടെ കൂടെയാണ്. വമ്പിച്ച ഒരു സമ്മേളനം ഈ മുടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് വലിയൊരു സദസ്സിന്റെ മുമ്പാകെ ബഹുമാനപ്പെട്ട ശൈഖുന അലിക്കുട്ടി ഉസ്താദിന്റെ കൂടെ ഈ വിനീതനും പങ്കെടുത്തു. അതുപോലെ തന്നെ ദുബൈയിലും ഷാർജയിലും അജ്മാനിലും നാളെ അല്ലൈനിലും ദുബൈയിലും ഒക്കെ പരിപാടികളാണ്. ഇത് വളരെ ശക്തമായ രൂപത്തിൽ തന്നെയാണ് സംഘടന ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ഘട്ടമെന്ന നിലയിൽ കഴിഞ്ഞ 50 സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചു. 50 സമ്മേളനങ്ങൾ ഏകദേശം 40ഓളം സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കി സമ്മേളനങ്ങൾ അടുത്തു നടക്കും. ആ പ്രഖ്യാപിച്ച സമ്മേളനങ്ങളുടെ സമാപനം എന്ന നിലയിലും ഭാവി മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത ജിഹാദ് എന്താണ് എന്നുകൂടി പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനം ജനുവരി 1-ാം തീയതി കോഴിക്കോട് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ സമ്മേളനത്തിന്റെ തുടർച്ചയായി മുടി എന്നാണോ കാന്തപുരം വിഭാഗം പ്രദർശിപ്പിക്കുന്നത് അന്ന് തന്നെ വ്യാജമുടി പ്രദർശനവും SKSSF തീരുമാനിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് വ്യാജമുടി? കാന്തപുരം വിഭാഗം പ്രചരിപ്പിക്കുന്ന മുടി കാന്തപുരം തന്നെ പറഞ്ഞതുപോലെ എനിക്ക് എവിടെന്ന് മുടി കിട്ടിയോ അവിടെന്ന് തന്നെ ഇവർക്ക് മുടി കിട്ടി എന്ന് നമുക്ക് കിട്ടിയ 3 മുടിയെക്കുറിച്ച് കാന്തപുരം വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാന്തപുരത്തിന് മുടി കിട്ടിയ അതേ സ്ഥലത്ത് തന്നെ നമുക്ക് മുടി കിട്ടിയതാണ്. അപ്പൊ കാന്തപുരം മുടി പ്രദർശിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹിന്റേതാണെന്ന് പറയുമ്പോൾ അതേ മുടി വ്യാജമുടിയാണെന്ന് അതിന്റെ യഥാർത്ഥ വശം വിശദീകരിച്ചുകൊണ്ട് നമ്മളും പ്രദർശന സമ്മേളനങ്ങൾ നടത്താൻ പോവുകയാണ്. അതിനൊക്കെ പുറമെ കാന്തപുരം നടത്തുന്ന യാത്രയുടെ പിന്തുടർച്ചയായി ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുടെ സമ്മേളനങ്ങൾക്ക് ശേഷം കാന്തപുരത്തിന്റെ യാത്രക്കും ശേഷം ആ വാദങ്ങൾ മുഴുവനും പൊളിച്ചേരിക്കൊണ്ടുള്ള ഒരു കേരളമുടനീളം SKSSFും ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ നിലയിൽ സംഘടന അതിശക്തമായ രൂപത്തിൽ തന്നെ പ്രക്ഷോഭ പരിപാടികളൊക്കെ നടത്തും. കൂട്ടത്തിൽ മുടി പള്ളി ഉണ്ടാക്കിയാൽ മുടി അവിടെ വെക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കാത്ത രൂപത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് SKSSF നേതൃത്വം നൽകി. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാൽ പോലും SKSSFന്റെ പ്രവർത്തകന്മാർ സുസജ്ജമായി കൊണ്ടുണ്ടാകും.
ഈ വൈലക്സിലുള്ള മുഴുവൻ പ്രവർത്തകന്മാരെയും നമ്മുടെ ഈ പ്രക്ഷോഭ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുഴുവൻ സഹകരണവും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഉലമാക്കളും പാണക്കാട് നേതൃത്വവും ഒക്കെ നമുക്ക് ഇതിന് പൂർണ്ണമായ പിന്തുണയും നേതൃത്വപരമായ പങ്കും വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വൈലക്സിലൂടെയുള്ള ഈ പ്രചരണം ഇത് വളരെ തൃപ്തികരമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി വീണ്ടും ഇത് വികസിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനു വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്ന് രാത്രി സമയങ്ങളിൽ ഉറക്കമളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ നൂർ ഫൈസിയെ പോലുള്ള ആളുകളെ, അതുപോലെ തന്നെ ഇവിടെ താഴക്കോട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ പേര് RCKP, അതുപോലെ നൗഷാദ് സാഹിബ്, താഴക്കോട് നൗഷാദ് സാഹിബ്, അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഗഫൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഗഫൂർ ഉസ്താദുമായി ഞാൻ നേരത്തെ ബൈഫോൺ സംസാരിച്ചിരുന്നു. അതുപോലെ അബുദാബിയിലെയും ഷാർജയിലെയും ദുബൈയിലെയും UAE ജിദ്ദയിലെയും റിയാദിലെയും ദമാമിലെയും തുടങ്ങി കേരളത്തിലെയും എല്ലാ പ്രവർത്തകർക്കും ലോകം ഒട്ടുക്കുമുള്ള SKSFന്റെ ബൈലക്സിലൂടെ ഈ മുടി വിഷയം ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ മുഴുവൻ പ്രവർത്തകന്മാർക്കും SKSFന് വേണ്ടി, ഈ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ എല്ലാ അഭിനന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നടത്തുന്നത് ഒരു വലിയൊരു ജിഹാദാണ്. ഈ സംരംഭം സംഘടനയ്ക്ക് ഒരുപാട് നേട്ടമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നല്ല വിലയിരുത്തലുകളാണ് ഇതേ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂം ഒന്നുകൂടി വികസിപ്പിക്കണമെന്ന് ഉണ്ട്. അതിനാവശ്യമായ ചില ഘടകങ്ങളെല്ലാം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലെ ചില സംഘടനകളോട് ആവശ്യപ്പെട്ടു. അവരെല്ലാം അത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ക്ലാസ് റൂം സംവിധാനം നമ്മുടെ ഓഫീസിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഒരാളതിന് നിർത്തണമെന്ന് നമ്മൾ ആലോചിക്കുകയും അതിനടിസ്ഥാനത്തിൽ യോഗ്യനായ ആളുകളെ തേടിക്കൊണ്ടിരിക്കുകയുമാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന്, ഈ സംരംഭത്തിന് നല്ല ഒരു പ്രചരണം SKSFന് ലഭിച്ചിട്ടുണ്ട്. ശത്രുക്കളെ സ്പോട്ടിൽ ലൈവായി ഖണ്ഡിക്കാനും ശത്രുക്കളുടെ എല്ലാ ശരങ്ങളെയും ഇടിച്ചു വീഴ്ത്താനും നിങ്ങൾ കാണിക്കുന്ന ഈ സമരവീര്യം അതിശക്തമാണ്. നമ്മുടെ സമര പരിപാടികൾ അള്ളാഹുവിന്റെ ദീനിന്റെ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്ത് നിലനിർത്താൻ, റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പുകളുടെ സത്യം നിലനിർത്താൻ, ഹബീബായ തങ്ങളുടേത് എന്നതിന്റെ പോരിശകൾ നിലനിർത്താൻ വ്യാജമായി വരുന്ന എല്ലാത്തിനെയും അടിച്ചു താഴ്ത്താൻ നമ്മുടെ ഈ സമര പരിപാടികൾക്ക് വൈലക്സിന്റെ ഈ ആയുധം എന്ന് മൂർച്ചയുള്ളതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സംശയങ്ങളും കാര്യങ്ങളും നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കുള്ള വിഷയങ്ങൾ കുറഞ്ഞ സമയത്തിൽ ഈ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വളരെ സന്തോഷമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മപടനായ വിഘടിതരുടെയും അതുപോലെ തന്നെ ബിദഈ പ്രസ്ഥാനക്കാരുടെയും പേടി സ്വപ്നമായ ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി നമ്മുടെ ഉസ്താദ് നമ്മുടെ റൂമിൽ വന്ന് രണ്ട് വാക്ക് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ARCKP എന്നുള്ള ID ഉസ്താദിന് പരിചയം ഉണ്ടാവുമെന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇസ്ലാമിക് സെന്റർ കോഴിക്കോട് നമ്മുടെ റൂമിന്റെ സമദാനി സാഹിബ് ഉദ്ഘാടനം ചെയ്തപ്പോ അത് കഴിഞ്ഞുള്ള മീറ്റിംഗിൽ നാസർ ഫൈസി കൂടത്തായിയുടെ അടുത്ത് ഇരുന്ന ആളാണ്. ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട് ഉസ്താദ്. ഒന്നേ പറയാനുള്ളൂ, ഉസ്താദുമാർ പണ്ഡിതന്മാർ അങ്ങ് ആജ്ഞാപിച്ചാ മതി. അത് ശിരസ വഹിക്കാൻ വേണ്ടി സാധാരണക്കാരായ നമ്മുടെ പോലുള്ള പ്രവർത്തകർ ഇൻഷാ അല്ലാഹ് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങ് ആജ്ഞാപിച്ചാൽ മാത്രം മതി. ഈ ലോകത്ത് തന്നെ പടക്കാൻ കാരണഭൂതരായ അള്ളാഹുവിന്റെ റസൂൽ മുത്തുമണി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് കാന്തപുരത്തെ ഒരു കാട്ടുകള്ളൻ ചെയ്ത ഈ അനീതിക്കെതിരെ ഓരോ പ്രവർത്തകനും കച്ചകെട്ടി ഇറങ്ങേണ്ടതാണ്. അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ, സമസ്ത എന്ന മഹാപ്രസ്ഥാനം, മഹാന്മാരായ ഔലിയാക്കളും അതുപോലെ തന്നെ സാദാത്യങ്ങളും സയ്യിദുമാരും പടുത്തുയർത്തിയ ആ സമസ്ത
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. അഭ്യുദനായ ARCKP DC ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഉസ്താദ് നാസർ ഫൈസി കൂടത്തായിയുടെ സാരസമ്പൂർണമായ സംസാരം കേൾക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു നിത്യസന്ദർശകൻ എന്ന നിലക്ക് ഹൃദ്യമായ ആശംസകൾ, അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒരു ചോദ്യം മനസ്സിൽ ഉദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ മൈക്കിലേക്ക് വന്നത്. എൻ്റെ പേര് ID-യിൽ കാണുന്ന പോലെ തന്നെ സിദ്ദീഖ് എന്നാണ്. മലപ്പുറം ജില്ലയിലെ താനൂർ പഞ്ചായത്തിലാണ് വീട്. ഇപ്പോൾ സംസാരിക്കുന്നത് സൗദി അറേബ്യയിലെ വാദി അൽ ദവാസിർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, കാന്തപുരം AP അബൂബക്കർ മൗലവി ഈ വ്യാജമുടിയായിട്ട് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ ഇത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ല, തിരുകേശമല്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ നിയമപരമായിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ, നിയമപരമായിട്ട് ഇത് കേസോ അങ്ങനെ എന്തെങ്കിലും കോടതിയെ സമീപിക്കാനോ ഒക്കെ സാധിക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെ സാധിക്കുമെങ്കിൽ തീർച്ചയായും അതിന് ആ രീതിയിൽ നേരിടാൻ പോലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ചില പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരായിട്ട് PM-ലൂടെ പേഴ്സണൽ മെസ്സേജിലൂടെ ഒക്കെ അവരോട്ട് സംസാരിച്ചപ്പോൾ ആ രീതിയിൽ പോലും വേണമെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ തരാൻ വരെ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. കാരണം വളരെയധികം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് പൊതുവെ, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലും കേരളത്തിലെ മുസ്ലിം സുന്നികളല്ലാത്തവർ പോലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് തന്നെ പൊതുവെ അപമാനപരമായിട്ടുള്ള ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴ് കാന്തപുരം അബൂബക്കർ ഉസ്താദിന്റെ അല്ലെങ്കിൽ കാന്തപുരം അബൂബക്കർ മൗലവിന്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കാളൊക്കെ ഏറെ ഗൗരവമാണല്ലോ ഈ വിഷയം. അപ്പോൾ അത് സംബന്ധമായിട്ട് ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ ആ രീതിയിൽ പരസ്യമായിട്ട് പറയാൻ കഴിയില്ല, ഇൻഷാ പിന്നെ പറയാനെങ്കിൽ മതി. ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനാണ് ഞാൻ മൈക്കിൽ വന്നത്. ഏതായാലും അഭ്യുന്നതനായ ഉസ്താദ് നാസർ ഫൈസി കൂടത്തായി അവർക്ക് ഹൃദ്യമായ ആശംസകൾ നേരുന്നു. ഉസ്താദ് അവരോട് ഈ സന്ദർഭത്തിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകരായ നമ്മോട് സംസാരിച്ചതിൽ അദ്ദേഹത്തിന് അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അദ്ദേഹം തന്നെ ചോദ്യകർത്താവ് വാദി ദവാസിറിലെ സിദ്ദീഖ്. അദ്ദേഹം ചോദിച്ച ചോദ്യം എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പ് ആണെന്ന വ്യാജേന ഒരു മുടി കൊണ്ടുവരുന്നത് തികച്ചും നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. അത്തരമൊരു കാര്യത്തെ കോടതിയെ സമീപിച്ചുകൂടെ എന്നാണ്. അത് എത്രത്തോളം ഇത്തരം ഒരു ഓപ്പൺ വിഷയത്തിൽ പ്രതികരിക്കാം എന്ന പരിധി ചോദ്യകർത്താവ് തന്നെ സിദ്ദീഖ് തന്നെ പറഞ്ഞത് ഞാൻ തികച്ചു മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിശ്വാസം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തും വിശ്വസിക്കാമെന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ആർക്കും എന്തും വിശ്വസിക്കാം. ആ വിശ്വസിക്കുന്നതിന് അയാൾക്ക് പ്രത്യേകിച്ച് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. വിശ്വാസമാണ് മാനദണ്ഡം. ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ ഒരുപക്ഷെ അയാൾ ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, അത് അവർ വിശ്വസിച്ചോട്ടെ എന്ന് കോടതി അഥവാ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ കോടതി ഞങ്ങൾക്ക് അനുകൂലമായി വിരിച്ചേ എന്ന് പറഞ്ഞ് കാളപെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന കാന്തപുരം വിഭാഗം നാടുനീളെ കോടതി ഞങ്ങൾക്ക് അനുകൂലമായി എന്ന് പറഞ്ഞെടുക്കും. അതൊരു പക്ഷേ ഭാവിയിൽ ഉണ്ടായിത്തീരുന്നത് കൂടുതൽ ജനങ്ങൾക്ക് തെറ്റായ ഒരു മെസ്സേജ് വളരാൻ ഇടയാക്കും. എന്നാൽ സംഘടന നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റായി ഇതുമായി ബന്ധപ്പെട്ട പല നീക്കങ്ങളുമുണ്ട്. അത് പ്രിയപ്പെട്ട സിദ്ദീഖ് വിളിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഓക്കെ, കേൾക്കാറല്ലേ? പിന്നെ ഇതില് ഫൈസിനെ ഒരു പ്രാവശ്യം ജിഷാൻ മാഹി വിളിക്കുകയും എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുടി തന്നെ മർക്കസിലേക്ക് വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമെന്ന് ചോദിച്ചപ്പം അംഗീകരിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോ ഇതൊരു അസൂയയുടെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ എന്നുള്ളതായിരുന്നു നിങ്ങളെ ഫൈസിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവര് പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത്. അപ്പോ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അവനൊന്നും വരൂല, അവനൊന്നും ഇനി വരാനുള്ള ധൈര്യമില്ലല്ലോ. ഇക്കാര്യത്തിൽ
ഒന്നും മിണ്ടുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചോദ്യം പലപ്പോഴും ഞാൻ നേരിട്ടതാണ്. കേരളത്തിൽ പല ഓപ്പൺ സ്റ്റേജുകളിലും നേരിട്ടതാണ്. ജിഷാൻ മാഹി എന്ന വ്യക്തി ഇടയ്ക്ക് വെച്ചുകൊണ്ട് എന്ത് നേരിട്ടു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓരോരുത്തരും ഉപ്പ് നിന്നവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തില് ഞാൻ മർക്കസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഇട്ട വെള്ളം വിതരണം ചെയ്യുകയാണെങ്കിൽ പോവോ വാങ്ങുവോ എന്ന് ചോദിച്ചു. അപ്പോൾ സംസം വെള്ളം കൊണ്ടുവന്നാലോ എന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം വളരെ തീർച്ചപ്പെടുത്തി പറയുന്നു. എന്ത് തന്നെ തെളിവുകൾ കാര്യങ്ങളുണ്ടെങ്കിലും മർക്കസിൽ ചെന്നുകൊണ്ട് ഞാനൊരു സാധനവും വാങ്ങുന്ന വിഷയമേ ഉദിക്കുന്നില്ല. അത് സംസം വെള്ളം വേറെ വഴിയിലൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിട്ട വെള്ളം വേറെ വഴിയിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. കാന്തപുരത്തിന്റെ മർക്കസിൽ ചെന്ന് ആ ഒരു ദുഷിച്ച സ്ഥാപനത്തിൽ ചെന്നുകൊണ്ട് ഒരു കാര്യം വാങ്ങേണ്ട യാതൊരു ഗതികേടും ഇന്ന് എസ്കേസുകാരനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ തികച്ചും പറഞ്ഞിട്ടുണ്ട് ജിഷാനോടോ, എനിക്ക് കാന്തപുരത്തോട് നേരിട്ട് പറയാൻ തയ്യാറാണ്. നിങ്ങളെ കോട്ടയിൽ വന്നുകൊണ്ട് ഞാനൊരു സാധനവും വാങ്ങൂല. അതിന്റെ അർത്ഥം സംസം വെള്ളം അല്ലാന്നോ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയല്ലാന്നോ, ആ വെള്ളം ഞാൻ കുടിക്കൂലാന്നോ എന്നൊന്നും അതിനർത്ഥമല്ല. കാന്തപുരത്തിന്റെ സ്ഥലത്ത് നിന്ന് ഞാനൊരു സാധനവും വാങ്ങൂല. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് സംസം വെള്ളവും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളവും കിട്ടാനുള്ള സാധ്യത ഇന്നുണ്ട്. അത് കാന്തപുരത്തിന്റെ സ്ഥാപനത്തിലൊന്നും വാങ്ങൂല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കാന്തപുരത്തോടുള്ള എതിർപ്പാണ്, അല്ലാതെ റസൂലുള്ളാഹിനോടുള്ള എതിർപ്പല്ല. കാന്തപുരം നിലപാട് മാറാത്ത കാലത്തോളം കാന്തപുരത്തിന്റെ സ്ഥാപനത്തിൽ വരുന്ന പ്രശ്നമല്ല. പിന്നെ ഏറ്റുമുട്ടാനും സംവാദം നടത്താനും ഗണ്ണിക്കാനും അയാളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയാലും സ്ഥാപനത്തിലേക്ക് വിമർശന ബുദ്ധിയ ചെല്ലും, അത് വേറെ വിഷയം. അനുഗ്രഹം തേടി പുണ്യം നേടാൻ മർക്കസിലേക്ക് പോകുന്ന പ്രശ്നമല്ല. കേട്ടില്ലേ? ഹലോ കേളല്ലേ? അല്ല ഉസ്താദ്, ഹലോ കേൾക്കാനല്ലേ? കേൾക്കുന്നില്ല? ഹലോ 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 ഓക്കെ. അല്ല ഉസ്താദ്, ഇതിങ്ങനെ ഇതിങ്ങനെ പറയാന് ഒരനുഭവം, കാരണം പിന്നെ ഇത്രത്തോളം വെറുക്കാനും അങ്ങോട്ടേക്ക് പോകാനും പറ്റൂല എന്നുള്ള ഒരു അനുഭവം ഉസ്താദ് എന്തെങ്കിലും ഒന്നൊരു പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു. എന്തെങ്കിലും ഒരു നല്ല അനുഭവം എന്തായിരുന്നു ഇത്രത്തോളം വെറുക്കാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ കാരണത്തിൽ ഒരനുഭവം, ഏതെങ്കിലും ചെറിയൊരു അനുഭവം ഒന്ന് പറഞ്ഞു തന്നാൽ അതും കൂടി ഒന്ന് നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർക്കസിലേക്ക് പോകുന്നതിന് ഇത്രത്തോളം വെറുപ്പ് എന്നുള്ളതല്ല. മർക്കസ് നമ്മുടെ സ്ഥാപനവും നമ്മുടെ ആശയ പ്രചരണ കേന്ദ്രമല്ല, നമ്മൾ വിരുദ്ധ ആശയ പ്രചരണ കേന്ദ്രമാണ്. കാന്തപുരം വിഭാഗത്തോടും കാന്തപുരത്തിന്റെ സ്ഥാപനത്തോടും ഒരു സുന്നിക്കുണ്ടാകുന്ന അകൽച്ച അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. തന്നെയുമല്ല, ചെന്നവർക്കുണ്ടായ തിക്ത അനുഭവങ്ങൾ, നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മർക്കസിൽ ചെന്ന സമയത്ത് അയാളെ കൈകാര്യം ചെയ്യുകയും അതേപോലെ അമേദ്യം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്ത നെറികെട്ട പ്രവർത്തനം പോലും ഒരു ധാർമ്മിയോട് അവർ കാണിച്ചിട്ടുണ്ട്. അതിന് കേസ് വരെ നടത്തുകയും മർക്കസിലേക്ക് പ്രക്ഷോഭം വരെ SKSF നടത്തുകയും ചെയ്താണ്. അതിന്റെ കേസൊക്കെ ഉണ്ടായിരുന്നു. മഹാനായ സയ്യിദ് ഉമർ ബാഫിഘട്ടങ്ങളാണ് ആ കേസ് നേതൃത്വം നൽകിക്കൊണ്ട് നടത്തിയത്. അത് കഴിഞ്ഞ കഥയാണ്. അതുകൊണ്ടൊരു തികച്ചും അറിയപ്പെടാത്തൊരു ധാരിമി പോലും മർക്കസിൽ ചെന്നപ്പോൾ ഇതാണ് അനുഭവമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ പേടിച്ചിട്ടല്ല, പോവേണ്ടി വന്നാൽ ഏത് സ്ഥാപനത്തിലേക്കും ആവശ്യമുണ്ടെങ്കിൽ പോകും. പക്ഷെ ഇത്ര നെറികെട്ട പ്രവർത്തനം നടത്തുന്ന സ്ഥാപനത്തിലേക്ക് വെറുതെ ചെന്നുകൊണ്ട് വിഷയം ഉണ്ടാക്കണ്ട എന്നോർത്തുകൊണ്ടാണ്. അത് അവർ വേറെ സ്ഥലങ്ങളിൽ വേറെ നിലയിൽ പ്രചരിപ്പിക്കാൻ അത് സാധ്യതയുണ്ട്. ഞാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാർ അറിയുന്ന ആളുകൾ ആരെങ്കിലും ചെന്നാൽ വന്നു കണ്ടു ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരണം നടത്തും. ആ പ്രചരണം തന്നെയാണ് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക. അതുകൊണ്ട് ഈ ഭയോ അല്ലെങ്കിൽ ആശങ്ക ഇതിനേക്കാളൊക്കെ ഉപരി കാന്തപുരം മർക്കസും കാന്തപുരവും നമ്മുടെ സ്ഥാപനവും നമ്മുടെ ആശയത്തിനും അനുകൂലമല്ല. അതുകൊണ്ട് അതിനോടുള്ള വിയോജിപ്പാണ്, അല്ലാതെ മറ്റു വാശിയും അല്ലെങ്കിൽ കടുത്ത എതിർപ്പും എന്നതിന്റെ കാരണം ആശയപരമായ വിയോജിപ്പ്. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഇല്ല. ഓക്കെ. അൽഹംദുലില്ലാ, നാസർ ഫൈസി ഉസ്താദിന് ഒരുപാട് ആശംസകൾ നേരെയാണ്. അതോടൊപ്പം
എൻ്റെ ഒരു ചെറിയ സംശയം. എന്നെ സംബന്ധിച്ചിടത്തോളം മർക്കസിൽ കാന്തപുരം എ പി ഓഗ്രം ശ്രീയാൻ മർക്കസിൽ നല്ല എവിടെ എന്ത് കൊടുത്താലും അംഗീകരിക്കാൻ തയ്യാറില്ല. കാരണം അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അതെന്റെ കാര്യം. പക്ഷേ നാസർ ഫൈസി ഉസ്താദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവര് പറയുന്നത് മർക്കസിലേക്ക് ഇതിന്റെ നിയല് നോക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ തെറ്റിദ്ധാരണ ഇവര് നടത്താറുണ്ട്. പിന്നെ പൊതു സ്റ്റേജിൽ വെച്ചിട്ടും നൗസാദ് ഹസനേക്ക് അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, നിയല് നോക്കാൻ മർക്കസിൽ വന്നോളി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പൊ ഒരു പുതിയതാണ് ഇപ്പൊ ഇവര് തുടങ്ങി വെച്ചിട്ടുള്ളത്, നസബയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നസബിയിൽ സനദുണ്ട്, നസബിയിൽ സനദുണ്ട് എന്ന് പറഞ്ഞു കാണുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. നസബിയിൽ സനദുള്ള നസബയാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം സനദാണെന്ന് പറഞ്ഞു, സനദല്ല നബയാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്ന ആ നസബിയിൽ സനദുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് തെറ്റിദ്ധാരണകൾ, ഒന്ന് ഞങ്ങൾ നേരെ നോക്കാൻ വേണ്ടി മർക്കസിലേക്ക് വിളിച്ചിട്ടുണ്ട്, മറ്റൊന്ന് ഈ നസബി തന്നെ സനദുണ്ട് എന്നുള്ളത്. അതിനെ കുറിച്ചൊന്ന് കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മറുപടി കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. നാസർ ഫൈസി ഉസ്താദിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് മറുപടി പറഞ്ഞ് മറ്റുള്ള ചോദ്യകർത്താക്കൾ കൂടി അവസരം സൃഷ്ടിക്കാം. നമുക്ക് ഇവിടെ ഒന്ന് മർക്കസിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ട് ന്യായം നോക്കാൻ അങ്ങനെ ഒരു ക്ഷണം ഇതുവരെ എസ്കേസഫിന് കിട്ടിയിട്ടില്ല. ഞങ്ങളത് ചെല്ലാം മർക്കസിൽ വരാമെന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അത് കൂടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട അമീർ ഫൈസി കാന്തപുരത്തെ നേരിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, സനതുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ വരാൻ തയ്യാറാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. അപ്പൊ കാന്തപുരം തന്നെ നേരിട്ട് പറഞ്ഞത് ഇവിടേക്ക് വരണ്ട, അത് ഇന്നെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി എന്നാണ്. അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും സമ്മതിക്കാത്തവരാണ്. ഇപ്പൊ മർക്കസിലേക്ക് സംഘടനയെ അവർ ക്ഷണിച്ചു, നേരെ നോക്കാനെന്ന് ക്ഷണിച്ചു എന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. എസ്കേസഫിന്റെ ഒരാൾക്ക് പോലും അതേ സംബന്ധിച്ചിടത്തോളം യാതൊരു അറിവുമില്ല, സംസ്ഥാന കമ്മിറ്റിക്ക് അത് അറിവില്ല. പിന്നെ എവിടെങ്കിലും സ്റ്റേജുകൾ കെട്ടി വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കാൻ സംഘടന തയ്യാറാകുന്നത് സംഘടന ആലോചിച്ചുകൊണ്ടെടുക്കും. കാരണം സ്റ്റേജിൽ ഇതുവരെ അവരങ്ങനെ വെല്ലുവിളി നടത്തിയതായിട്ട് അറിയില്ല. ഇനി സ്റ്റേജിൽ കൊണ്ടുവന്ന് വെല്ലുവിളിക്കട്ടെ, ആ സമയത്ത് അതേ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതികരിക്കാം. ചെല്ലാൻ തയ്യാറായ ഒരു സാഹചര്യത്തിൽ അവർ കാണിക്കാനോ അതിന്റെ സനത് കാണിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി നമ്മളൊന്നും വേണ്ട, മർക്കസിലേക്ക് പോകണ്ട, അങ്ങനെ ഒരു നേലുണ്ടെങ്കിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന സാഹചര്യത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി പത്രക്കാർ പറഞ്ഞല്ലോ നിങ്ങളത് ഞങ്ങളുടെ മുമ്പ് കാണിച്ചിരുന്നു. പത്രക്കാർ പറഞ്ഞാലേ പത്രക്കാർ മുമ്പിൽ കാണിച്ചു കൊടുത്തു അങ്ങനെ നേലുണ്ടോ ഇല്ല. അത് പത്രക്കാരോട് അവർ തുറന്ന് കഴിയില്ല, അത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറിയവരാണ്. അപ്പൊ നേലിന് വെല്ലുവിളിച്ചു എന്ന് പറയുന്ന കാര്യത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചത് പിന്നെന്താ ചോദിച്ചത്, സനത്, നസബയിൽ സനത് ഉണ്ടല്ലോ, ആ വാദം അവരെവിടെ ഉന്നയിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇതുവരെ സനദാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു സനദ് അല്ല നസബാൻ. അങ്ങനെ മാറ്റി പറയാനുണ്ടായ കാരണം പറഞ്ഞ സനദിൽ അഹമ്മദ് ഹസ്രജി നടത്തിയ അഭിമുഖമായി വന്ന സുന്നി വോയിസിലെ അഭിമുഖത്തിൽ ഫൗസുൽ ആലം ഷെയ്ഖ് മൊഹീദ്ദീൻ തങ്ങളുടെ പേരുണ്ടായിരുന്നു. മർക്കസിൽ വായിച്ച സനദ് എന്ന പേരിൽ വായിച്ച വാറോലയിൽ ഫൗസുൽ ആലമിന്റെ പേരുണ്ടായിരുന്നില്ല. ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അത് നസബ ആണ് സനദല്ല. അപ്പൊ നസബ ആണ് സനദല്ല എന്ന് പറയാൻ കാരണം ഈ വൈരുദ്ധ്യം കാരണമാണ്. ആ വൈരുദ്ധ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. പിന്നെ ഇതിനെ രണ്ടും ജമ്മുജീർ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? അപ്പൊ അത് നസബയിൽ സനദുണ്ട് എന്ന് പറയുന്ന സമയത്തും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നസബയിൽ സനദുണ്ടെന്ന് പറയുമ്പോ നസബ സനദ് ഒന്നാണ് എന്നതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അഹമ്മദ് ഹസ്രജി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ആ സനദിൽ ഫൗസുൽ ആലമിന്റെ പേരുണ്ട്. സനദ് എന്ന വ്യാജേന വായിച്ച നസബയിൽ അത് കാണുന്നില്ല. ഇതിന് മറുപടി പറയാൻ കാരണം ഒരു വിഭാഗം വളരെ വ്യക്തമായി തയ്യാറാവാത്ത കാലത്തോളം നസബായും സനദും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കാനുള്ള ശ്രമം എസ്കേസഫ് ചൊറുക്കും. അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറുമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നാസർ ഫൈസിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കാൻ, പ്രത്യേകിച്ച് ഈ വ്യാജ കേശത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ശക്തമായി അതിലൊരു ഹക്കും ബാത്തിലും വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ പോലും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അവരെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ അവരെ കുടുക്കി ഇടുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച്, കാരണം പ്രവാചകന്റെ മേലുള്ള ഒരു കളവായതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ആ കാര്യത്തിൽ
മുന്നിലുണ്ടായിരിക്കണമെന്ന് അഭിപ്രായപ്പെടുക മാത്രം ചെയ്ത് ഞാൻ പിന്മാറുന്നു. നാസർ ഫൈസിക്ക് എന്നെ ഓർമ്മയുണ്ടായിരിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നിയാസുദവി, ഞാൻ UAE ഉള്ളത് അറിയാലോ. UAE SKSSFന്റെ നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നിയാസുദവി ഇപ്പോൾ ഖത്തറിലാണെന്ന് അറിയാൻ സാധിച്ചു. നിങ്ങൾ തുടങ്ങി വെച്ച പ്രവർത്തനം വളരെ ശക്തമായി ഇവിടെ UAE മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു പിന്തുടർച്ച ഇവരെ വളരെ ആവേശമുള്ള പ്രവർത്തകന്മാർക്ക് നൽകുന്നുണ്ട്. അതിന് നിയാസുദവിയോട് പ്രത്യേകിച്ച് നന്ദി പറയാൻ. കുവൈത്തിൽ ഖത്തറിൽ ചെന്നാൽ ഒതുങ്ങിക്കൂടരുത്. ഒതുങ്ങിക്കൂടാതെ ഖത്തറിലും ഉണ്ട് നമ്മുടെ സംഘടന. ആ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയാസുദവി വളരെ ശക്തമായി പ്രവർത്തന രംഗത്തുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിയാസുദവിക്കും പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും തിരിച്ചും നൽകുന്നു. അള്ളാഹു നമ്മെ ഖൈറിലാക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സംശയങ്ങൾ ചോദിക്കാനുണ്ടോന്നല്ല, ഞാൻ നേരത്തെ നിയാസ് ഹുദവി പറഞ്ഞതുപോലെ തന്നെ ഒന്ന് മൈക്കെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട നിയാസ് ഹുദവി ഖത്തറിൽ വെറുതെ ഇരിക്കണമെന്നില്ല. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ തന്നെ അദ്ദേഹം സജീവമാണ്. നഹാവന്ത് പടയോട്ടം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയുണ്ട് ഒരാഴ്ചയിൽ ഒരിക്കൽ. അതിന് പുറമെ അദ്ദേഹത്തിന്റെ ഫൈനാൻസ് ക്ലാസ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടക്കാറുണ്ട്. അതിന് പുറമെ ഹദീസ് ക്ലാസ്. ഏതായാലും ശരി, അദ്ദേഹം ഒഴിവുണ്ടാകുമ്പോഴൊക്കെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിഷയം അറിയിക്കുകയാണ്. പിന്നെ ഈ ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി മർക്കസിലേക്ക് പോകൂല എന്നുള്ളത് പറഞ്ഞു. നേരത്തെ ജാഫർ വില്യം പറഞ്ഞതുപോലെ തന്നെ കാന്തപുരം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുകയില്ല. അത് അദ്ദേഹം ഒരു സ്വന്തം നേതാക്കളെയും അനുയായികളെയും വഞ്ചിച്ച ഒരു മനുഷ്യനാണ്. സ്വന്തം പാവം ഉള്ളാൾ തങ്ങൾ, അതുപോലെ തന്നെ മരിച്ചുപോയ ഇസ്മായിൽ പോലെയുള്ള ആളുകളൊക്കെ പറ്റിച്ച ആളാണ് അയാൾ. കാരണം ഈ മുടി നസബണ്ട് വായിച്ചുകൊണ്ട് അത് സനതാണെന്ന് ആയിരക്കണക്കിൽ 10,000-കണക്കിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു. ആ കൂട്ടത്തിൽ ആ സാധു ഉള്ളാൾ തങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇസ്മായിൽ മുലിയറുണ്ട്, അങ്ങനെ കുറെ മുസ്ലിംമാരുണ്ട്. അവരൊക്കെ വിചാരിക്കുകയും ചെയ്തു ഇത് സനത് തന്നെയാണ് എന്ന്. പിന്നീട് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി മറ്റതൊക്കെ അത് സനതല്ല, അത് നസബയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഉള്ളാൾ തങ്ങൾക്ക് അടക്കം, ഇസ്മായിൽ മുസ്ലിയർക്ക് അടക്കം, മറ്റുള്ള ആളുകൾക്കൊക്കെ അടക്കം അത് മനസ്സിലാവുന്നത് ഇത് നമ്മളെ പറ്റിച്ചല്ലോ, ഇത് നസബയാണല്ലോ, ഇത് സനതല്ലല്ലോ എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ധാരാളം ആളുകളെ, പണ്ഡിതന്മാരടങ്ങുന്ന ധാരാളം ആളുകളെ വഞ്ചിച്ച ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം. അതിന് പുറമെ 13,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉലമാ കോൺഫറൻസ് സമ്മേളനം സംഘടിപ്പിച്ചു എന്ന് പറയാറുണ്ട് കോട്ടക്കല്. നിങ്ങളൊക്കെ അതുപോലത്തെ ഒരു പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കാൻ സാധിക്കുമോ എന്നൊക്കെ വെല്ലുവിളിക്കാറുണ്ട്. ആ 13,000 ആലിമീങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഖാദിരിയ തരീഖത്തിന്റെ ഖാദിരിയ തരീഖത്തിന്റെ സിൽസില വായിച്ചുകൊണ്ട് അത് സനതാണെന്ന് പറഞ്ഞത്. ആ മർക്കസിൽ ലക്ഷക്കണക്കിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് ഉള്ളാൾ തങ്ങൾ, ഇസ്മായിൽ മുസ്ലിയാർ പോലത്തെ ആളുകൾ അടക്കമുള്ള ജനലക്ഷങ്ങളെ വഞ്ചിച്ച മഹാമനുഷ്യൻ 13,000 പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് ഖാദിരിയ തരീഖത്തിന്റെ സിൽസില വായിച്ചുകൊണ്ട് അത് സനതാണെന്ന് പറഞ്ഞ് പറ്റിച്ച മഹാമനുഷ്യൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ഉണ്ട് എന്നാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നൂർ ഫൈസി പറഞ്ഞത് വളരെ ശരിയാണ്. മുടി വിഷയത്തിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഉസ്താദിനോടക്കം ഒരുപാട് ആലിമീങ്ങളെ പറ്റിക്കുകയും അവരുടെ പേരിൽ തെറ്റ് പ്രചരിപ്പിക്കുകയും കണ്ണീർത്ത് ഉസ്താദിനെ വരെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ തികഞ്ഞ കപടവാദം ആണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയോട് ചെന്ന് എന്ത് ചോദിച്ചാലും വ്യക്തമായ വിവരം നമുക്ക് കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ അത് കഴിഞ്ഞ കാല ചരിത്രം വിശദീകരിക്കുന്ന സമയത്ത് നൂർ ഫൈസി പറഞ്ഞതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് അതിനു മുമ്പിൽ വെക്കാനുണ്ട്. അത്തരമൊരു വ്യക്തിയാണ് കാന്തപുരം. കാന്തപുരത്തിന്റെ ഒരു തട്ടകത്തിലേക്ക് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട വിഷയം നമുക്കില്ല. അത് നേരിട്ട് ആ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട വിഷയം വരുന്ന സമയത്ത് സംഘടന കൂടി തീരുമാനിച്ചെടുക്കുകയാണെങ്കിൽ അത് അതിന് കത്തുന്ന രൂപത്തിൽ തൊണ്ട സഹിതം പിടികൂടാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ നമുക്ക് ഇടപെടുകയും മറ്റും ചെയ്യാവുന്നതും മാത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ചോദ്യം ഒന്നുമില്ല. മർക്കസിലുള്ള വ്യാജമൊഴി അത് വ്യാജം തന്നെയാണ് എന്ന് സമൂഹത്തിൽ തുറന്നു കാട്ടിയ നമ്മുടെ അഭിമന്യനായ ഉസ്താദ് നാസർ ഫൈസി കൊടുത്തായി ഉസ്താദ് അവർക്ക് സർവ്വവിധ ആശംസകളും നേർന്നു. അതേപോലെ തന്നെ സമൂഹത്തിൽ ഉള്ള ഇത്തരം കുപ്രചനങ്ങൾക്കെതിരെ ശബ്ദിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആയുരാരോഗ്യവും നൽകുമാറാകട്ടെ എന്ന് സ്വന്തം ായി പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം മൈക്ക് ഫ്രീ ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ ഇല്ല പെട്ടെന്ന്, കാരണം ഇനി ഒരു 9 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യം 12:50 ഈ ചർച്ച അവസാനിപ്പിക്കുന്നതാണ്. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഋഷു 2011 പെട്ടെന്ന് മൈക്ക് എടുക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അയാള് മൈക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തത്. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ. എനിക്ക് ബഹുമാനപ്പെട്ട SKSSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ നാസർ ഫൈസി കൂടത്തായി ഉസ്താദിനോട് ഒരു സംശയം ചോദിക്കാനുള്ളത്, ലോകപ്രശസ്ത പണ്ഡിതനായ മക്കയിലെ ഡോക്ടർ അബ്ബാസ് മാലിക്കി അവർകൾ ഈ കാന്തപുരത്തിന്റെ അടുത്തുള്ള മുടി അംഗീകരിക്കുകയും അദ്ദേഹം അതിന്റെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വരികയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം ഒരു തട്ടിപ്പിന് ലോകപ്രശസ്ത പണ്ഡിതനായ അബ്ബാസ് മാലിക്കിയും കൂട്ടുനിൽക്കുന്നു എന്ന് നമ്മൾ പറയുമോ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അവന്നറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മുടി ആര് ഇതിനെ പിന്തുണക്കുന്നു എന്നത് നമുക്ക് വിഷയമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറ പിന്തുണക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കും. മുഷാവറ എന്നത് ഇജ്മാ ആണ്. ആ ഇജ്മാ ആയൊരു തീരുമാനം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അംഗീകരിക്കും. ലോകത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ പേരുദ്ധരിച്ച് ആ പണ്ഡിതന്മാർ ഇതിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നത് നമുക്ക് ബാധകല്ല. ഇനി ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി എന്ന ലോക പ്രശസ്ത പണ്ഡിതൻ, അദ്ദേഹം ഇങ്ങനെ ഒരു മുടി അംഗീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വാസമല്ല. മർക്കസിൽ എന്തോ നടക്കുന്നുണ്ട്, അങ്ങനെ സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പല പണ്ഡിതന്മാരെയും കൊണ്ടുവരുന്നുണ്ടാവും. അതുപോലെ തന്നെ കോഴിക്കോട് വന്ന പല പണ്ഡിതന്മാരും നമ്മുടെ സമ്മേളനങ്ങളിൽ വന്നുകൊണ്ട് എനിക്കവിടെ പാകപ്പിഴവ് പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഏതർത്ഥത്തിലാണ് ഇദ്ദേഹത്തെ കാന്തപുരം തെറ്റിദ്ധരിപ്പിച്ചതെന്നറിയില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിലാണ്. അത് തിരുത്താൻ വേണ്ടി പോവേണ്ടത് ആവശ്യമാണ്. അത് ഓരോരുത്തരും തിരുത്തേണ്ട കടമയാണ്. പരമാവധി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാർ, മഹാനായ ആലിക്കുടി ഉസ്താദൊക്കെ, ഡോക്ടർ ബഹാവുദ്ദീൻ നദീം ഉസ്താദും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമെങ്കിൽ അത്തരം പണ്ഡിതന്മാരെ കാന്തപുരം തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ശരി ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ തബ്ലീഗിന്റെ ഭാഗമാണ്. ആ ദഅവത്തിന്റെ ഭാഗം എന്ന നിലയിൽ നമ്മൾ നിർവഹിക്കും. ആ നിർവഹണം തുടരുക തന്നെ ചെയ്യും. ശ്രമിക്കും എന്നല്ലാതെ ഒരാളെ വരാതിരിക്കാനോ അയാളെ തടയാനോ ഉള്ള ശ്രമങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല, നമ്മൾ നടത്തുകയില്ല. ആൾക്ക് വരാം, അവർക്ക് പണ്ഡിതന്മാരാണ്, പണ്ഡിതന്മാർ വിലയിരുത്തിക്കോട്ടെ. വന്നു സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന നിലക്ക് മുടിയെ അംഗീകരിക്കുക എന്നുള്ളതൊന്നുമില്ല. ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി പോലും പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് മുടി കൈമാറ്റം ചെയ്തത്. അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദിനോട് പറഞ്ഞത്, ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് വിചാരിച്ച് ആ മുടി ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് എന്ന് എന്റെ സാന്നിധ്യം കൊണ്ട് അതിനർത്ഥമല്ല. ഞാനുള്ള യോഗത്തിൽ വെച്ചുകൊണ്ട് നടന്ന എല്ലാ കാര്യത്തിലും എനിക്ക് യോജിപ്പില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അങ്ങനെ അതിനെ കാണേണ്ടതുള്ളൂ. നമ്മുടെ ശ്രമങ്ങൾ നമ്മൾ തുടരും. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുന്ന ആളുകളെ ശരി ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തും. അതിനുള്ള സ്രോതസ്സും ശക്തിയും പാണ്ഡിത്യവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾക്കുണ്ട്. അവരത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിർബന്ധമായി യാതൊന്നുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും നിർബന്ധിച്ചുകൊണ്ടൊരു കാര്യം ബോധ്യപ്പെടുത്തില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയും, ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നാസർ ഫൈസി ഉസ്താദിന് 1000 അഭിനന്ദനങ്ങൾ. അതോടൊപ്പം നമ്മുടെ സമസ്തയുടെ നേതാക്കൾക്ക് ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കാനുള്ള ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, ആമീൻ. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനത്തിന് മസ്തിഷ്കം മരവിക്കാത്ത
വിഘടിതരിൽ നിന്ന് മസ്തിഷ്കം മരവിക്കാത്ത ഒരായിരങ്ങൾ പങ്കെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. പ്രവർത്തകന്മാർ സഹായിക്കണം. അൽഹംദുലില്ലാ, വിഘടിതരുടെ ആ കള്ളത്തരങ്ങൾ ജനമധ്യത്തിൽ സധൈര്യം തുറന്നു കാട്ടുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി അവർക്ക്, ഉസ്താദ് അവർക്ക് ജിദ്ദ കാഫിലയുടെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അള്ളാഹു ഉസ്താദിന് ആയുരാരോഗ്യവും തൗഫീഖും ഹിക്മത്തും ഹിമ്മത്തും അള്ളാഹു കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഉസ്താദിന് നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമ്മേളന പ്രചരണാർത്ഥം യുഎയിലെത്തിയ നാസർ ഫൈസി ഉസ്താദിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് നാസർ ഫൈസി കൂടത്തായി കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഈ വളരെ തിരക്കുള്ള ഈ സമയത്തും തന്നെ നമ്മുടെ റൂമിൽ വരികയും കുറച്ചു നേരം സംസാരിക്കുകയും എന്ന് മാത്രമല്ല ആളുകളുടെ സംശയങ്ങൾക്കൊക്കെ വളരെ തൃപ്തികരമായ മറുപടി നൽകുകയും അതൊക്കെ കേൾക്കാൻ വേണ്ടി അദ്ദേഹം സന്മനസ് കാണിക്കുകയും ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഒക്കെ ശ്രമങ്ങൾ മൂലം അള്ളാഹു അവന്റെ ദീനിന് ഇസ്സത്തും പ്രതാപവും പ്രദാനം ചെയ്യുകയും ചെയ്തേ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും എന്നുള്ള മഹാഭാഗ്യവും ആരോഗ്യവും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാൻ. പിന്നെ പ്രിയപ്പെട്ട സഹോദരൻ നേരത്തെ വടങ്കോടൻ അദ്ദേഹം പറഞ്ഞു, അബ്ബാസ് മാലിക് അടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണ് എന്ന് തെളിയിക്കാൻ അബ്ബാസ് മാലിക്കോ അല്ലെങ്കിൽ വേറുള്ള ആളുകൾ പങ്കെടുക്കാനുള്ള അതൊന്നും തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണ് അതെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ ഈ റൂമിൽ പല പ്രാവശ്യവും നാം പറയാറുള്ളത് പോലെ അതിന് സഹീഹായ സനദുണ്ടാവുക, അതല്ലെങ്കിൽ തവാത്തുർ കൊണ്ട് ജനങ്ങളെ സലഫും ഖലഫൊക്കെ അംഗീകരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ലഭിച്ചതാവുക, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന് ഉള്ള പ്രത്യേകതകളൊക്കെ അതിനുണ്ട് എന്ന് തെളിയിക്കുക. അതാണ് അത് റസൂലുള്ളാഹിന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള മാർഗം. അതല്ലാതെ ഇപ്പൊ കുറെ ആളുകൾ പങ്കെടുത്തു, അതിനേക്കാളൊക്കെ വലിയ നേരത്തെ ബഹുമാനപ്പെട്ട നാസർ ഫൈസി പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാളൊക്കെ വലിയ സദസ്സിൽ വെച്ചാണ് അത് കൈമാറിയത്. എന്നിട്ട് നമ്മളാരും സമ്മതിച്ചിട്ടില്ലല്ലോ. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുള്ള അതിന്റെ മുഷാവറയിലുള്ള ഉലമാക്കൾക്ക് ബോധ്യപ്പെടുന്ന ഇന്ന് ലോകത്ത് മറ്റാർക്കെങ്കിലും സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. നമുക്കറിയാലോ, കാദിയാനികൾ കാഫിറാണ് എന്ന് ആദ്യമായി തീരുമാനിച്ച സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. സമസ്തയുടെ തീരുമാനങ്ങൾക്ക് ശേഷമാണ് ലോകത്തുള്ള പല ഇസ്ലാമിക സംഘടനകളും ആ തീരുമാനമെടുത്തത്. സമസ്തയുടെ തീരുമാനത്തിന് ശേഷമാണ് മറ്റു പല സംഘടനകൾക്കും അതിന് ധൈര്യം വന്നത് എന്നർത്ഥം. അപ്പൊ ലോകത്തിന് തന്നെ പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ മാത്രം കെൽപ്പുറ്റ മഹത്തായ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സംഘടനക്ക് അത് വ്യാജമാണ് എന്ന കാര്യം പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യപ്പെട്ട വിഷയം മുസ്ലിം ഉമ്മത്തിന് അറിയിക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും ഒക്കെ അതിനുവേണ്ടി രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്, പ്രവർത്തിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക. ഞാൻ മൈക്ക് കൈമാറുന്നു. ബഹുമാനപ്പെട്ട നാസർ ഫൈസിക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, സംശയങ്ങൾക്കുള്ള മറുപടി, ചോദ്യകർത്താക്കൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട പല അറിവുകളും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വെളിപ്പെടുത്തലുകളുടെ മാസങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. സമസ്തയുടെ നാവായി, SKSSFന്റെ താങ്ങായി, ഏതർദ്ധരാത്രിയിലും സമുദായം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാരും പ്രവർത്തകരും. നാസർ ഫൈസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം പല വിഷയങ്ങളിലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അതിൻ്റെതായ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം സമകാലിക വിഷയങ്ങളിൽ സമസ്തക്ക് സമൂഹത്തോട്, സമുദായത്തോട്, ലോകത്തോട് വിളിച്ചു പറയാനുള്ള കാര്യം ഇനി മറ്റാരും റൈസ് ഹാൻഡ് ചെയ്ത്
ഉസ്താദിന് ഈ പ്രോഗ്രാം ഇതോടുകൂടി ഉസ്താദ് മൈക്കിൽ വന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ശേഷം റൈസ് ഹാൻഡ് ചെയ്തിട്ടുള്ള മറ്റുള്ള ആളുകളൊക്കെ ദയവായി റൈസ് ഹാൻഡ് ഒഴിവാക്കണം. നാസർ ഫൈസി ഉസ്താദ് അദ്ദേഹത്തിന്റെ വിദേശ പര്യടനത്തിനടക്കം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ വേദിയിൽ പ്രവർത്തകരുമായി ആശയങ്ങൾ പങ്കുവെക്കാനും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ കാണിച്ചിട്ടുള്ള ഈ സന്മനസ്സും, അതുപോലെ ഒരു സെക്കൻഡ്, വളരെ പ്രധാനപ്പെട്ട ടീമിലൂടെ ആളുകളെ വല്ലാതെ ശല്യപ്പെടുത്തിയത് കൊണ്ട് അതൊന്ന് ഒഴിവാക്കിയതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ക്ഷമിക്കണം, കാരണം ഈ ചർച്ച ഒരിക്കലും ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്കറിയാം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ രാപ്പകലുകൾ ഒരുപക്ഷെ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം മറ്റൊന്ന് കാണാൻ കഴിയില്ല. നൂർ ഫൈസി ഉസ്താദ് ഞാൻ സാധാരണ പറയാറുണ്ട്, കേരളത്തിലെ 10,000-കണക്കിന് ഗ്രാമാന്തരങ്ങളിൽ നടന്ന വേദികളിലൊക്കെ നമ്മുടെ ഉസ്താദുമാർ, സമസ്തയുടെ പോഷക സംഘടനകളുടെ ഒക്കെ യുവതലമുറയിലെ പണ്ഡിതന്മാർ, നാസർ ഫൈസി ഉസ്താദിനെ പോലെ, അമ്പലക്കടവ് ഉസ്താദിനെ പോലെയൊക്കെയുള്ള, അഷ്റഫ് ഫൈസി, കണ്ണാടിപ്പറമ്പിനെ പോലെയൊക്കെയുള്ള യുവ പണ്ഡിത നിരയിലെ നമ്മുടെ ഊർജ്ജസ്വലരായ നേതാക്കൾ ഈ വിഷയത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു, അതോടൊപ്പം അതല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിൽ വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ വിഷയങ്ങൾ ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ നൂർ ഫൈസി ഉസ്താദിനെ പോലെ, ഗഫൂർ ഉസ്താദിനെ പോലെ, സലാം ബാക്കു ഉസ്താദിനെ പോലെയൊക്കെയുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ നേതൃത്വം എക്കാലത്തും എല്ലാ സമയങ്ങളിലും അവർ കാണിച്ചിട്ടുള്ള ഉത്സാഹം, അത് ഏതായാലും നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ സമൂഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണഫലങ്ങൾ ഇപ്പോൾ എല്ലാ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും ജിദ്ദയിൽ നിന്ന് കൊടുത്തായ ഉസ്താദിന്, നാസർ ഫൈസി കൊടുത്തായിക്ക് എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇനി സമയം വളരെ വൈകിയതുകൊണ്ട് അർദ്ധരാത്രിയിലൊക്കെ, ഇനിയും ഇപ്പോൾ സൗദിയിൽ 12 മണിയായി, ഈ സമയത്തൊക്കെ ആരംഭിച്ച് സുബഹി വരെ നീണ്ടു നിൽക്കുന്ന, നാട്ടിലെ സുബഹി വരെ ഒക്കെ അതിനുശേഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ലൈവ് ചർച്ചകൾ, വ്യാജമുടി എന്ന വിഷയം ബാനറിൽ കാണിച്ചുകൊണ്ട് നമുക്ക് ആ പ്രതിവാദം സെക്ഷനൊക്കെ നേതൃത്വം നൽകുന്ന നൗഷാദ് താഴക്കോട്, സുന്നിസം എന്ന ഐഡിയിലെ നൗഷാദ് താഴക്കോടിനെ പോലെയുള്ള പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യവും അവരുടെയൊക്കെ സേവനങ്ങളും എക്കാലത്തും എത്ര പ്രശംസിച്ചാലും മതിവരാത്തതാണ്. അള്ളാഹു ഈ പ്രവർത്തനങ്ങളൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല എന്ന വാക്ക് നമ്മളൊക്കെ ആദ്യം ഓർക്കുന്നത് നാസർ ഫൈസി ഉസ്താദിനെ പോലെയുള്ള, കാരണം എനിക്കൊക്കെ അറിയാം, ഞങ്ങളുടെയൊക്കെ പ്രദേശം, ഞാൻ നാസർ ഫൈസി ഉസ്താദിന്റെ ഒക്കെ അടുത്താണ്. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലോ അതല്ലെങ്കിൽ പാലക്കാട് തൃശ്ശൂർ ജില്ലയിലോ ഒന്നുള്ള മാതിരിയല്ല, മറിച്ച് കോഴിക്കോട് ജില്ലയിലെ എല്ലാ പ്രതാപത്തിന്റെയും മറുവിഭാഗത്തിന്റെ പ്രതാപങ്ങളുടെയൊക്കെ കേന്ദ്രത്തിനടുത്ത് അവരുടെ നടുക്ക് ജീവിക്കുന്ന നാസർ ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്ന എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം ഭീഷണികൾ, ഇതൊക്കെ നേരിട്ട് ചങ്കൂറ്റത്തോടെ, കരളുറപ്പോടെ, നെഞ്ചൂക്കോടെ ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ യുവതലമുറയിൽ നിന്ന്, യുവതലമുറയുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള നാസർ ഫൈസി ഉസ്താദിന് എല്ലാ ആശംസകളും നേരുന്നു. സമയം വളരെ വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് ഉസ്താദ് മൈക്കിൽ വരിക. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു പരിപാടികളിലേക്ക് പോകുന്നതിന് മുമ്പ് നാസർ ഫൈസി ഉസ്താദ് ഒന്നുകൂടി മൈക്കിലേക്ക് വന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമയത്ത് വളരെ സന്തോഷമുണ്ട് ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പങ്കെടുത്തതിൽ. പ്രവർത്തകന്മാർ പലരും ചോദ്യങ്ങൾ ചോദിച്ചു. അള്ളാഹു നൽകിയ ഇൽമു പ്രകാരം കിട്ടാവുന്ന അറിവ് വെച്ചുകൊണ്ട് നമ്മൾ മറുപടി നൽകുകയും ചെയ്തു. ഒരുപാട് ആളുകൾക്ക് ഇനിയും സംശയങ്ങളുണ്ട്, പക്ഷെ സമയം വളരെ വൈകിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും സമയം ചെലവഴിച്ച മുഴുവൻ പ്രവർത്തകർക്കും, ക്ലാസ് റൂമിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. അല്ലാഹു തആല അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഏതായാലും ഈ മുടി വിവാദം നമ്മൾ കാന്തപുരം മുടി കിട്ടിയെടുത്ത് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ മുടി കൈവെടിയുകയോ ചെയ്യാത്ത കാലത്തോളം ഇതിനെതിരെയുള്ള സമരം നമ്മൾ നിർത്തിവെക്കുന്നില്ല. അതിശക്തമായി തന്നെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ്
അവர்களுടെയും മറ്റ് ആലിമീങ്ങളുടെയും മുഷാവറയുടെ പൂർണ്ണ പിന്തുണ, മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അടക്കമുള്ളവരുടെ പിന്തുണ SKSSF-നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകും. ഇസ്ലാമിക് ക്ലാസ് റൂം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സത്യത്തെ അറിയാനും അസത്യത്തെ അറിഞ്ഞു വെറുക്കാനുമുള്ള ഈ ശ്രമം വളരെയധികം നല്ലതാണ്. ഒരുപാട് വിജയിപ്പിക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. പലരും ഞാൻ ഗൾഫ് രാജ്യത്ത് ഇപ്പോ ചെന്നിടത്തോളം UAE-യിൽ പല ഭാഗത്ത് ചെന്നപ്പോഴും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ചില ഭാഗത്ത് ചെന്നപ്പോഴൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം വളരെ വലുതാണ്. ഇത് സംഘടന പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുണ്ട്. അതിന് ഉള്ള പോരായ്മകളൊക്കെ പരിഹരിക്കാൻ സംഘടന തികച്ചും കടപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ്. 1-ാം തീയതി കോഴിക്കോട് നടക്കുന്ന നമ്മുടെ സമ്മേളനം, SKSF സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സമ്മേളനം വിജയിപ്പിക്കാൻ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം ഫെബ്രുവരി മാസം 23, 24, 25, 26 തീയതികളിൽ പുതിയാട് വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ പരമാവധി പ്രവർത്തകന്മാർ പങ്കെടുക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും സമയം ചെലവഴിച്ച ഇതിന്റെ പ്രവർത്തകരായ അനുഭാവികളായ സത്യം അറിയാൻ വേണ്ടി ക്ലാസ് റൂമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. നല്ല അറിവുള്ള നല്ല നഫ്ഉള്ള ഇൽമിനെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിശക്തമായ രൂപത്തിൽ അസത്യത്തിനെതിരെ പോരടിക്കാൻ നമുക്ക് അല്ലാഹു കഴിവും അതിനുള്ള ഖുവ്വത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു പ്രതിഫലവും കാക്ഷിക്കാതെ തികച്ചും സംഘടനാ പ്രവർത്തനം എന്ന ഇഖ്ലാസുള്ള നല്ല ഈ സദുദ്ദേശത്തോടുകൂടി മാത്രം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സമൂഹത്തിന് സമർപ്പിച്ച ഇതിന്റെ തുടക്കക്കാർക്കും പ്രയോക്താക്കൾക്കും പ്രചാരകർക്കും ഇതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. ചില നമ്മുടെ പണ്ഡിതന്മാരായ നൂർ ഫൈസിയെ പോലുള്ള ഗഫൂർ ഫൈസിയെ പോലുള്ള നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, അവര് പള്ളികളിൽ ജോലി ചെയ്യുന്ന കാരണത്താൽ കിട്ടാവുന്ന സമയമൊക്കെ ക്ലാസ് റൂമിൽ അവർ വന്ന് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സംവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്തും കൃത്യമായി ഇടപെട്ട് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇതിന് മീഡിയേറ്റർമാരായി പ്രവർത്തിക്കാൻ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ശ്രമിക്കുന്ന എല്ലാവർക്കും അതിനൊക്കെ തന്നെ അല്ലാഹു തആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.